അപ്പോൾ ആ ഒരു പ്രായത്തിൽ അത് വരുമ്പോൾ പലർക്കും അതൊരു ഭയങ്കര കോൺഫിഡൻസിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അവർക്ക് ഷർട്ട് ഊരാൻ പറ്റില്ല. ചിലർ ആ പ്രായത്തിലൊക്കെ ഭയങ്കര ഔട്ട്ഡോർ കളിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ബാക്കി കുട്ടികൾ കളിയാക്കും, അങ്ങനെയുള്ള ഭയങ്കര ഇഷ്യൂസ് വരുന്നൊരു സിറ്റുവേഷൻ ആണത്. അപ്പോൾ അതിനുവേണ്ടി അത് ചിലർക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്തവരുണ്ടാവാം. പ്രോബ്ലം ഇല്ലെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട. കാരണം ഇത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യും, പോവാതെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇതുകൊണ്ട് വേറെ ഡേഞ്ചർ ഒന്നുമില്ല. പക്ഷേ ഒട്ടുമിക്കവാറും ആൾക്കാർക്കും ഇതൊരു കോൺഫിഡൻസ് ഇഷ്യൂ ആണ്. അവർക്ക് ഇതെങ്ങനെയെങ്കിലും മാറ്റിയൊരു നോർമൽ ലൈഫ് വേണം. സാധാരണ വല്ല ടീഷർട്ട് ഇടാൻ പറ്റണം, സ്വിമ്മിംഗ് പൂളിൽ പോകണം, അല്ലെങ്കിൽ വാട്ടർ പാർക്കിൽ പോകണം, സ്പോർട്സിന് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ആഗ്രഹത്തോടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു 18 to 25 ഇയേഴ്സിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 65 വയസ്സ് വരെ ഉള്ളവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് അറിയാതെ കുട്ടിക്കാലം മുതലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാതെ 65-ാമത്തെ വയസ്സിൽ ഇത് കീ ഹോൾ സർജറി, ഇപ്പോൾ നമ്മൾ കീ ഹോൾ സർജറിയാണ് കഴിഞ്ഞ 15 കൊല്ലമായിട്ട്. കീ ഹോൾ സർജറി ഉണ്ടെന്ന് അറിഞ്ഞ് സന്തോഷത്തോടെ വന്ന ആൾക്കാർ വരെ 65 വയസ്സിൽ ചെയ്തവർ വരെ ഉണ്ട്.